ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഞായറാഴ്ച ഒരു വൺ ഡേ ടൂർ പോകാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചങ്ങായിമാർക്കോടെ കാത്തുകൊണ്ട് നമുക്ക് പോയി നോക്കാം. മോനെ, യെസ് ബോസ്, എന്താണ് പരിപാടി ഞായറാഴ്ച? ഊട്ടിയാ? എന്നാ ഓക്കെ, ഊട്ടി വേണം, മൂന്നാർ ഓടിക്കാം. വണ്ടി ഏതാ? ബൈക്കിൽ പോലെ ഇതാ ഒരു ബൈക്ക്, പിന്നെ ആരാ? ഇതൊരു ബൈക്ക് അല്ലേ? ഓക്കെ, എന്നാ വാ, ചോണിച്ചോ. ബാ. ഞായറാഴ്ചത്തെ വൺ ഡേ ടൂർ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പം നമ്മൾ ദൂരെയൊന്നും പോകണ്ടെന്ന് വെച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടവും ശശിപ്പാറയും കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാനും റാഷിയും നിംഷിയും മുനാഫുണ്ട്. മുനാഫും നിംഷിയും ബൈക്കിൽ വരുന്നുണ്ട്, ഞാനും റാഷിയും സ്കൂട്ടിയിലുണ്ട്. നമ്മൾ ഇരിക്കൂർ, ബ്ലാത്തൂർ, ഉളിക്കൽ വഴി അങ്ങനെ കാഞ്ഞിരക്കൊല്ലിലേക്കാണ് പോയത്. 52 കിലോമീറ്ററാണ് മുതൂറ്റിന്ന് കാഞ്ഞിരക്കൊല്ലിലേക്ക്. പോകുന്ന വഴിക്ക് നമ്മൾ ചായക്കടയിൽ കയറി ചായയും ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ കഴിച്ച് കുടിക്കാനുള്ള വെള്ളങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ശശിപ്പാറയിലെത്തിയത്. നല്ല കയറ്റാണ് ശശിപ്പാറ പാർക്കിങ്ങിൽ വണ്ടി വെച്ചു. 20 രൂപ പാർക്കിംഗ് ഫീസ് നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മൾ മെല്ലെ മുങ്ങിയത് ലാസ്റ്റ്. അങ്ങനെ എൻട്രി ഫീ ഉണ്ട് 60 രൂപ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻട്രി ഫീ എല്ലാം കൊടുത്ത് നമ്മൾ അകത്ത് കയറി. നല്ല വ്യൂ ആണ്. നമ്മളൊരു 12:30 1 മണി ആ സമയത്താണ് അവിടെ എത്തിയത്. അതുകൊണ്ട് കോടമഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല, ഒന്ന് ക്ലിയർ ആയിട്ടെല്ലാം കാണാൻ പറ്റി. വീഡിയോസൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റി, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അതിൻ്റെ ബാക്കിൽ പാറിൻ്റെ മേലെ കുറേ ആൾക്കാർ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് മിസ്റ്റർ കൂളിൻ്റെ പേര് കൂടി എഴുതാമെന്ന് കരുതി. നമ്മളെല്ലായിടത്തും പോയി കഴിഞ്ഞാൽ മിസ്റ്റർ കൂളിൻ്റെ പേര് എഴുതാറുണ്ട്. അവിടെ കിട്ടിയ ഒരു കഷ്ണം കല്ലുകൊണ്ട് മിസ്റ്റർ കൂൾ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു 2 മഴ പെയ്യുമ്പോഴേക്കും അതങ്ങ് വലിച്ചു പോകും. അവിടെ അതുപോലെ നല്ല സേഫ്റ്റിയാണ്. കമ്പി വേലി നല്ല സ്ട്രോങ്ങിൽ കെട്ടിയിട്ട് നടക്കാൻ നല്ല രീതിയിൽ നടന്നു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല മരങ്ങളുണ്ട്, തണലുണ്ട്. കപ്പിൾസും ഫാമിലീസാണ് കൂടുതലുള്ളത്. റാഷിയും മുനാഫും നിംഷിയും ഫോട്ടോ ഷൂട്ടിങ് ഉണ്ടായിരുന്നു കുറച്ച് സമയം. എല്ലാവരും സെപ്പറേറ്റ് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പം ഞാൻ മിസ്റ്റർ കൂളിൽ നിന്ന് അവിടെ എഴുതുന്നത് നിംഷി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കല്ലിങ്ങനെ തപ്പി നടക്കുന്നത് കണ്ടിട്ടായിരുന്നു അവർ. അപ്പോൾ അതാണ് ഫോൺ എടുത്ത് ബാക്കിൽ തന്നെ വന്നത്. അങ്ങനെ നമ്മൾ നേരെ വെള്ളച്ചാട്ടം, അളകാപുരി വെള്ളച്ചാട്ടം കുറച്ച് താഴത്ത് ഇറങ്ങി വരണം. അവിടെ വന്ന് റോഡ് സൈഡിൽ വണ്ടി വെച്ചു. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി. ഒരാൾക്ക് 60 രൂപ ടിക്കറ്റ് അഡൽട്ടിന്, അതുപോലെ കുട്ടികൾക്ക് 25, ഫോറിനേഴ്സിന് 300. നിംഷിയും റാഷിയും ഫോറിനിൽ പോയി എന്ന് പറഞ്ഞിട്ട് അവർ 300 ടിക്കറ്റ് എടുത്തത്. അങ്ങനെ നമ്മൾ 400 മീറ്റർ നടന്നിട്ട് ആണ് അവിടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. വലതു ഭാഗത്ത് കമ്പിവേലി കെട്ടിയിട്ടുണ്ട്, നല്ല താഴ്ചയാകുന്നുണ്ട്. പിന്നെ കുറേ പാറകളൊക്കെ ഉണ്ട്, പൊങ്ങിയിരിക്കുന്ന പാറകളൊക്കെ ഉണ്ട്. നിംഷി, റാഷി എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ കോസ്റ്റ്യൂംസ് ഒന്നും എടുത്തിട്ടില്ല, നിംഷി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ 2 തോർത്ത് വാങ്ങിച്ച് അവിടുന്ന് പുറത്തെ കടയിൽ നിന്ന് തോർത്ത് വാങ്ങിച്ചിട്ട് തോർത്തിട്ടിട്ട് ഇറങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ നടന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയത്. സ്റ്റെപ്പുണ്ട്, കുറച്ച് ഇറങ്ങി പോകണം. ഇവിടെ ഡ്രസ് ചേഞ്ചിങ്ങിനൊന്നും സ്ഥലമില്ല. ഇവിടെ പ്രൈവസി ഒന്നുമില്ല, ഓപ്പൺ പ്ലേസ് തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യണം. അതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത ഡ്രസ്സ് വെക്കാനൊന്നും ഒരു സ്ഥലമില്ല. കുട എടുക്കുകയാണെങ്കിൽ കുടൻ്റെ ഉള്ളിൽ വെക്കണം. നമ്മളൊരു പാറൻ്റെ സൈഡിൽ പോയിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. ഞായറാഴ്ച ഫാമിലീസ് കുറച്ച് കൂടുതലുണ്ട്, ലേഡീസാണുള്ളത് കുറച്ച് കൂടുതൽ. ഒരു 50 ആൾക്കാരിന് മേലെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഒരു പാലമുണ്ട് ഇതിന് കുറുകെ, ആ പാലത്തിൻ്റെ മേലെ അങ്ങ് ക്രോസ് ചെയ്യാം. ആ പാലത്തിൻ്റെ മേലൂടെ വേണം വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ. അവിടെ ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നല്ല സ്പ്രെഡായിട്ട് വരും, നല്ല ഹൈറ്റിൽ നിന്ന് വരുന്നതാണ്. സ്പ്രെഡായിട്ട് നമ്മളെ പരവതാനിയൊക്കെ വിരിച്ചതുപോലെയാണ് വരുന്നത്, നല്ല ലെവലിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയി നിൽക്കാം, പാറിൻ്റെ സൈഡിൽ പോയി നിൽക്കാം. കുറേ ആൾക്കാർ റെയിൻ കോട്ടൊക്കെ ഇട്ടൊരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നുള്ള കാര്യം ഒരു പിടുത്തം കിട്ടിയില്ല. നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. മുനാഫ് ഇറങ്ങിയിട്ടില്ല, മുനാഫാണ് വീഡിയോ എടുക്കുന്നത്.
നിംഷി 6 പാക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അതുപോലെ റാഷി പിന്നെ ഫാമിലി പാക്ക് കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ബാക്കിൽ 2 ഓട്ടമുള്ള ബനിയനൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നുണ്ട്. ഞാനൊരു തോർത്തും കൊണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ കുറേ സമയം വെള്ളത്തിലൊക്കെ നനഞ്ഞ് നീന്താനൊന്നും പറ്റിയിട്ടില്ല. വരുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് അൽഫാം, പെരി പെരി മന്തിയും പൊറോട്ടയും കുബൂസൊക്കെ ഉണ്ട്, ചായയുണ്ട്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് മഴയൊക്കെ കഴിഞ്ഞ് മെല്ലെ അവിടുന്ന് നാട്ടിലേക്ക് വിട്ടു. ഒരു 5:30 ആകുമ്പോഴേക്ക് നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ലൊരു ടൂറാണ്, 1 ഡേ ടൂർ നല്ലൊരു ടൂറാണ്. എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.